അതേ പിള്ളേരെ, ദാമ്പത്യത്തിന് ശേഷം അടുത്ത സ്റ്റോറിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. അതുതന്നെ കലിപ്പം പോലീസിൻ്റെ കരാട്ടെ മുറപ്പെണ്ണ്. പേരുപോലെ തന്നെ നമ്മുടെ നായിക കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് കേട്ടോ. മേലിടത്തെ 6 മുറച്ചെറുക്കന്മാർക്കും കൂടി ഉണ്ടായ ആകെപ്പാടെയുള്ള ഒരേ ഒരു പെൺതരി അവളാണ് നമ്മുടെ നായിക. സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറായ മാധവകൃഷ്ണ എന്ന മുറച്ചെറുക്കൻ്റെയും നമ്മുടെ നായികയായ വേദാനാരായണിയുടെയും പ്രണയകഥയാണ് കേട്ടോ ഈ മുറപ്പെണ്ണ്. പ്രണയത്തോടൊപ്പം തന്നെ സൗഹൃദത്തിനും കുടുംബത്തിനും പ്രാധാന്യമുള്ള ഒരു കുഞ്ഞു കഥയാണിത്. അപ്പം ദാമ്പത്യത്തിന് തന്ന അതേ സപ്പോർട്ടും പിന്തുണയും നിങ്ങൾ ഈ സ്റ്റോറിക്കും തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. കലിപ്പൻ പോലീസിൻ്റെ കരാട്ടെ മുറപ്പെണ്ണ്. രചനാ സംവിധാനം മൈഥിലി മിത്ര. ഭാഗം 1. ദീപങ്ക, വെറുതെ ഇരുന്ന് മൂങ്ങാന നിൻ്റെ ഭാവമെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. അടുത്തിരിക്കുന്നവനെ നോക്കി ഒന്ന് ദേഷ്യത്തോടെ കണ്ണുരുട്ടി കാട്ടിയിട്ട് മുൻപിലിരിക്കുന്ന പ്ലേറ്റിലെ നാരങ്ങ അച്ചാറ് വിരലിൽ തൊട്ടെടുത്ത് വായിലേക്ക് വെച്ച് ഉറിഞ്ചിക്കൊണ്ടിരുന്നവൾ. അച്ചാറിൻ്റെ പുളി, എരിവ്, ഉപ്പും എല്ലാം കൂടിക്കുഴഞ്ഞ സ്വാദിൽ പെണ്ണിൻ്റെ നീണ്ടു വിടർന്ന കണ്ണുകൾ ചെറുതായി ചുരുങ്ങിപ്പോയി. ഈ രാത്രി ഇരുട്ടി വെളുത്ത അവിടെ കല്യാണമാ നാളെ. നിനക്കെന്താ ഞാൻ പറയുന്നത് തലയിലോട്ട് കയറാത്തത് ചുമ്മു? കയ്യിലിരുന്ന ബോട്ടിൽ ഒന്നും കൂടി വായിലേക്ക് കമഴ്ത്തിയിട്ട് ആ വീടിൻ്റെ ടെറസിലെ ചുവരിലേക്ക് പങ്കു സർവ്വതം തകർന്നവനെ പോലെ ചാരിയിരുന്നു. അലഞ്ഞു നടന്നിരുന്ന പാതിരാക്കാറ്റ് അവനെ ആശ്വസിപ്പിക്കുവാൻ എന്നവണ്ണം ദേഹത്ത് തട്ടി തടഞ്ഞ് കടന്നുപോയി. ആ ബോധം എന്താ അവക്കില്ലാത്തത്? നീ ഒന്നുകൂടി ആ ഡാഷുമോക്ക് ഫോൺ ചെയ്തേ പങ്കു. ബോട്ടിലുള്ള അവസാന തുള്ളിയും വായിലേക്ക് ഇറ്റിച്ചൊഴിച്ചിട്ട് കയ്യിലിരുന്ന ചിപ്സ് പാക്കറ്റ് അവൾ പല്ലുകൊണ്ട് പൊട്ടിച്ചു തുറന്നു. സ്വിച്ച് ഓഫ് ആടി. ഇന്ന് രാവിലെ തൊട്ട് വിളിക്കുമ്പോൾ ഇത് തന്നെയാ കേൾക്കുന്നേ. കയ്യിലിരുന്ന ഫോണിലെ സ്ക്രീനിൽ രാഗി എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ പരിധിക്ക് പുറത്താണെന്നുള്ള മറുപടി തുടർച്ചയായി അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. കോപ്പ്. എടാ പങ്ക, നിൻ്റെ ഈ കരച്ചിൽ വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നേ. ഒരു തേപ്പിൻ്റെ ലക്ഷണം ഞാൻ മൊത്തത്തിൽ കാണുന്നുണ്ട്. പൊട്ടിച്ച കവറിൽ നിന്നും കുറച്ച് ചിപ്സ് വാരി വായിലിട്ടുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളെ വെറുതെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നോക്കുമായിരുന്നു ചുമ്മു. അപ്പോൾ ഇത് പെണ്ണെ, നിൻ്റെ ആ കരുനാക്കൊന്ന് വളയ്ക്കാതെ ഇരിക്കാവോ? ഇവിടെ മനുഷ്യൻ മനസമാധാനം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒടുക്കത്തെ തേപ്പും കൊണ്ട് വന്നിരിക്കുന്നേ. അവക്കെന്നെ ഇഷ്ടം. ഇതിപ്പോൾ വീട്ടുകാരൻ ഞങ്ങളുടെ പ്രേമം വല്ലതും അറിഞ്ഞിട്ട് എൻ്റെ കൊച്ചിനെ വല്ല മുറിയിലും പൂട്ടിയിട്ടേക്കുവാണോന്നാ എൻ്റെ ബലമായ സംശയം. പറഞ്ഞു തീർന്നതും പട്ടി മൂങ്ങുന്നത് പോലെ പങ്കു മോങ്ങാൻ തുടങ്ങി. എന്തേലും ഒന്ന് ചെയ്യ് ചുമ്മു നീ. എൻ്റെ 10 മാസത്തെ പ്രണയവാടി. പെണ്ണിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി സാഷ്ടാംഗം പ്രണമിച്ചവൻ. 10 മാസത്തെ ഗർഭം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടാ 10 മാസത്തെ പ്രേമം എന്ന് കേൾക്കുന്നേ. ശരിക്കും നിൻ്റെ ചങ്കി കയറിയോടാ ആ പെണ്ണ്. പങ്കുവിൻ്റെ നിർത്താതെയുള്ള അമർച്ച കേട്ടതും ഇരുണ്ട ആകാശത്ത് മിന്നിക്കത്തുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അവൾ ചോദിച്ചു, അല്ലായിരുന്ന ഞാൻ ഈ നട്ടപ്പാതിരയ്ക്ക് വെള്ളം അടിച്ച് ഇങ്ങനെ കടന്ന് മൂങ്ങുമായിരുന്നോടി. ചെക്കൻ കട്ടക്കലിപ്പിട്ടു. അയ്യോ, അക്കാര്യം നീ എന്നോട് പറയരുത് പൊന്നോ. കുടിക്കാൻ നിനക്ക് 1000 കാരണങ്ങളാ. അതും പറഞ്ഞ് ചുമ്മാ ഒരു നിമിഷം പോലും പാഴാക്കാതെ തറയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ശേഷം അവിടെ കിടന്ന കുപ്പിയും കവറുകളും എല്ലാം പെറുക്കിയെടുത്ത് ഒരു കവറിലേക്കാക്കി ഒരു കയ്യിലെടുത്ത് പിടിച്ചു. എണീറ്റ് വാടാ. പെണ്ണിൻ്റെ പ്രവൃത്തികളെല്ലാം സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നവന് നേർക്ക് അവൾ ദേഷ്യത്തോടെ മുരണ്ടി. എങ്ങോട്ടേക്കാടി? ചോദ്യത്തോടെ തന്നെ അവന് എഴുന്നേറ്റ് നിന്നിരുന്നു. നിൻ്റെ അമ്മൂമ്മയുടെ നായരെ കെട്ടിക്കാൻ. വാ പുട്ടിമിണ്ടാ, നടക്കടാ അങ്ങോട്ട്. പതിയെ ടെറസിൽ നിന്ന് സ്റ്റെപ്പ് വഴി അവൾ താഴേക്ക് ഇറങ്ങുവാനായി തുടങ്ങി. പെണ്ണിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ പങ്കു പിന്നീട് അവളോട് സംസാരിക്കുവാൻ മുതിർന്നില്ല. വെറുതെ എന്തിനാ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയവളുടെ കൈ എൻ്റെ മുതുകിൽ പതിപ്പിക്കുന്നത്? ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ഇത്തിരി ആടി ആടി അവളുടെ പിന്നാലെ പങ്കുവും നടന്നു. നീ ഇതെങ്ങോട്ടേക്കാ ചെക്ക? താഴത്തെ നിലയിലുള്ള സ്വന്തം മുറിയിൽ കയറി ബുള്ളറ്റിൻ്റെ ചാവിയും പേഴ്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നവളെ കണ്ട് ചെക്കൻ്റെ കണ്ണു മിഴിഞ്ഞു. മിണ്ടാതെ നടക്കടാ അങ്ങോട്ട്. ആരെങ്കിലും കാണുന്നതിന് മുൻപേ നമുക്ക് ഗേറ്റ് കടക്കണം. ചെക്കൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പമ്മി പമ്മി അവൾ ഹാളിലെ മുൻവാതിലിന് നേർക്ക് കാലുകൾ നീക്കി.
പൂട്ടിയിട്ടിരിക്കുന്ന വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് ചുമ്മു പതിയെ പുറത്തേക്കിറങ്ങി. കൂടെ അവനും. എടി, അവിടെ വീട്ടിലോട്ട് പോകാനാണോ? പുറത്തുനിന്നും മുൻവാതിൽ ചാരിയിടുന്നവളോട് കുഴഞ്ഞ ശബ്ദത്തിൽ പങ്കു മെല്ലെ ചോദിച്ചു. ഓ, കൊച്ചു തമ്പുരാൻ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലോ. ഇതുപോലൊരു കിഴങ്ങൻ. നിനക്ക് അവളെ വേണ്ടെങ്കിൽ നമുക്ക് ഈ പോക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. ചുമ്മു ഏണിനും കയ്യും കൊടുത്ത് അവന് മുന്നിൽ വീറോടെ നിന്നു. അയ്യോ വേണ്ട, എനിക്കവളെ വേണം, ഇന്ന് വേണം, ഇപ്പം തന്നെ വേണം. ചെക്കൻ ചുണ്ടു പിളർത്തി. എന്നാ വാടാ ഇങ്ങോട്ട്. മുറ്റത്തെ പാർക്കിങ്ങിൽ ഇരിക്കുന്ന വണ്ടി ഓൺ ചെയ്തിട്ട് തിക്കും പൊക്കും നോക്കി പുറത്തേക്ക് അവൾ ഉരുട്ടി. പതിയെ ശബ്ദമുണ്ടാക്കാതെ രണ്ടുപേരും കൂടി ഗേറ്റ് തുറന്ന് ബുള്ളറ്റ് വഴിയിലേക്ക് ഇറക്കി. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഗേറ്റ് അടച്ചു പൂട്ടി. കേരട കോപ്പെ, വഴിയിൽ നിന്നും മെഴുകാതെ, വൃത്തികെട്ടവൻ. അവിടെ പേരും പറഞ്ഞു കരഞ്ഞുകൊണ്ട് 3-4 കുപ്പിയ ഒറ്റക്കെടുത്ത് അണ്ണാക്കിലോട്ട് ഒഴിച്ചത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും പിന്നിൽ കയറിയിരിക്കാതെ റോഡിൽ കിടന്ന് കുച്ചിപ്പുടിയും ഭരതനാട്യം കളിച്ചുകൊണ്ടിരിക്കുന്നവനോട് അവൾ ദേഷ്യത്തോടെ അലറി. വരുവാടി. പെണ്ണിൻ്റെ കാർച്ച കേട്ടതും അവനൊന്ന് ഞെട്ടി. പിന്നീട് എങ്ങനെയൊക്കെയോ വണ്ടിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി അവളെയും പിടിച്ചുകൊണ്ടിരുന്നു. അല്ല, എനിക്കൊരു സംശയം. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ബുള്ളറ്റ് വായിക്കുന്നതിനിടയിൽ അവൾ തല പിന്നിലേക്ക് ആക്കിക്കൊണ്ട് ചോദിച്ചു. 101% ഉറപ്പ്. ചുമ്മുവിൻ്റെ തോളിലേക്ക് അവൻ താടിത്തുമ്പ് കുത്തി നിർത്തി. വന്നാ കൊള്ളാം. ചുമ്മുവിൻ്റെ ബുള്ളറ്റ് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അതിവേഗത്തിൽ മുന്നോട്ടേക്ക് പാഞ്ഞു, ഒരു പടക്കുതിരയെ പോലെ. ഇത് തന്നെയാണോടാ അവിടെ വീട്? മുറ്റത്ത് നിറച്ചും വൈദ്യുത വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ഒരിടത്തരം കോൺക്രീറ്റ് വീടിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ ചുമ്മു ഒട്ടൊരു സംശയത്തോടെ ചോദിച്ചു. ഇത് തന്നെയാ, ഞാനൊരിക്കൽ വന്നിട്ടുണ്ട്. ചെക്കൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾക്ക് മുൻപിൽ കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു നിന്നു. ഇതൊക്കെ എപ്പോ? അവൾ വണ്ടി ഓഫ് ചെയ്തിട്ട് താക്കോൽ ഊരിയെടുത്തു. അത് പിന്നെ നീ ലീവ് എടുത്ത് ഓഫീസിൽ പോകാതെ വീട്ടിൽ ഇരുന്നില്ലേ? അന്നവളെ ഞാനാ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടത്. കുറ്റം ഏറ്റെടുത്തുകൊണ്ടവൻ ചുമ്പുവിൻ്റെ മുന്നിൽ പതുങ്ങി നിന്നു. കാരണം അവർക്ക് തമ്മിൽ ഒരു രീതിയിലുള്ള രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. വാ. ആഞ്ഞൊന്ന് മൂളി ആ വീടിൻ്റെ ഗേറ്റും കടന്ന് ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചു. ആരെയും കാണുന്നില്ലല്ലോ. മുറ്റത്തെ പന്തലിൽ ആരെയും കാണാതിരുന്നത് കൊണ്ട് അവർ മുൻവാതിലിലൂടെ വീടിനകത്തേക്ക് കയറി. ആരാ? എന്താ വേണ്ടേ? ഹാളിലിരുന്ന് മുറുക്കിക്കൊണ്ടിരുന്ന കുറേ കാരണവന്മാർ അവരെ രണ്ടുപേരെയും കൂടി കണ്ടപ്പോഴേക്കും സംശയത്തോടെ തിരക്കി. ഞങ്ങൾ രാഗിയുടെ കൂട്ടുകാരാണ്. മുഖത്ത് യാതൊരു ഭാവഭേദവും കാട്ടാതെ ചുമ്മാ അവരുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. ഇവളിതെന്ത് തേങ്ങയായി പറയുന്നേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പങ്കു അവളെ നോക്കി കണ്ണുരുട്ടി കാട്ടി. ആണോ? നിങ്ങൾ അവിടെ കല്യാണം കൂടെ വന്നതായിരിക്കും അല്ലേ? അതിലൊരാൾ അതും ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. അതെ, അവിടെ കല്യാണം കൂടെ വന്നവരാ. ചുമ്മാ വീടിനുൾവശം ആകമാനം ഒന്ന് നോക്കിയിട്ട് മറുപടി കൊടുത്തു. എടി, നമ്മൾ കല്യാണം കൂടെ അല്ല, മുടക്കാനല്ലേ വന്നേ? വയറ്റിൽ കിടക്കുന്നതിൻ്റെ പുറത്തവൻ പെണ്ണിൻ്റെ ചെവി തിന്നു. നീ മിണ്ടാതിരിയടാ. ചുമ്മാ അവൻ്റെ കാലിൽ ആരും കാണാതെ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. ദാ, ഇതാണ് രാഗിയുടെ മുറി. മോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കോളൂ. ഒരാൾ തൊട്ടടുത്തുള്ള മുറിയുടെ ചാരിയ വാതിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചുമ്മുവിനോട് പറഞ്ഞു. ശരി അങ്കിൾ. ചുമ്മു അകത്തേക്ക് കാലുകൾ നീക്കി. അയ്യോ, ചോദിക്കാൻ മറന്നു. മക്കൾ വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? അതേ അങ്കിൾ. മുറിയിലേക്ക് പോകുവാനായി തുനിഞ്ഞവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ശരി. അയാൾ തലയാട്ടിയതും ചുമ്മു മുറിയുടെ വാതിൽ തുറന്നു. നിങ്ങളുടെ മോടെ കൂട്ടുകാരൊന്നും അല്ല ഞങ്ങൾ. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവരാ. ഞാനും അവളും തമ്മിൽ 10 മാസത്തെ പ്രേമത്തിൻ്റെ ഒരു കണക്കുണ്ട്. പൊടുന്നനെ ചെക്കൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ കിടന്ന സ്റ്റൂളും കാലുകൊണ്ട് തൊഴിച്ച് ശബ്ദമുണ്ടാക്കി. ലവൻ നശിപ്പിച്ചു. മനസ്സിൽ സകല ഈശ്വരന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ചുമ്മാ വാതിൽക്കൽ നിന്നും പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ആരാടാ നീ? അപ്പോഴേക്കും അവിടെ ഇരുന്നവർ ധൃതിയിൽ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞിരുന്നു. അത്രയും നേരം സ്നേഹത്തോടെ സംസാരിച്ചവർ പങ്കുവിൻ്റെ ആ ഒരൊറ്റ പ്രവൃത്തി കാരണം അവന് നേരെ തിരിഞ്ഞു. അതല്ലേടാ ഞാൻ പറഞ്ഞേ, 10 മാസത്തെ ഞങ്ങളുടെ പ്രേമത്തിൻ്റെ കണക്ക്.
പങ്കുവിൻ്റെ നാവ് കുഴഞ്ഞു പോയിരുന്നു. കുടിച്ച് വീട്ടിൽ കയറി വന്നതും പോരാ, അനാവശ്യം പറയുന്നോടാ. ഒരു പ്രായമുള്ള കാരണവർ അവനെ അടിക്കാനായി കൈ ഓങ്ങിയതും ചുമ്മു ഇടയിൽ കയറി നിന്നുകൊണ്ട് അയാളുടെ കൈ ബ്ലോക്ക് ചെയ്തിരുന്നു. തൊട്ടുപോകരുതിവനെ, അവൾ ഗർജിച്ചു. അപ്പോൾ കൂട്ടുകാരാണെന്നും പറഞ്ഞ് കയറി വന്ന് പറ്റിക്കുമായിരുന്നു അല്ലേടി? അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. നിങ്ങൾ മുറി പൂട്ടിയിട്ടിരിക്കുന്ന എൻ്റെ രാഗി ഇങ്ങോട്ട് തുറന്നു വിട്, എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയെല്ലാം. അയാൾക്കുള്ള മറുപടി പറഞ്ഞത് പെണ്ണിൻ്റെ പിന്നിൽ നിന്നവനായിരുന്നു എന്ന് മാത്രം. എന്താ മാമ, എന്താ അച്ഛേ? പുറത്തെ മുറിയിലെ ബഹളങ്ങൾ കേട്ടതിനാലാവണം ഉറക്കപ്പിച്ചിൽ കണ്ണും തിരുമ്മിക്കൊണ്ട് രാഗി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നത്. പെണ്ണെ, നീ വന്നോ? പറഞ്ഞു കൊടുക്കടി ഈ കാരണവന്മാർക്ക് നമ്മൾ തമ്മിലുള്ള 10 മാസത്തെ പ്രേമബന്ധം. പുറത്തേക്ക് വന്ന രാഗിയെ കണ്ടതും പങ്കു അവൾക്കരികിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും കല്യാണത്തിന് വന്ന ബന്ധുജനങ്ങളൊക്കെയും ഉറക്കം തെളിഞ്ഞ് അവർക്ക് ചുറ്റും കൂടിയിരുന്നു ഒട്ടൊരമ്പരപ്പോടെ. നീ എന്താ ഇവിടെ? അവനെ കണ്ടിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ രാഗി തിരക്കി. ഞാനെന്താ ഇവിടെന്നോ? എടി, നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നേക്കുന്നേ. നീ ഇനി ധൈര്യത്തോടെ ഇവരുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറ, നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്. നിന്നെ ആരെങ്കിലും തൊട്ടാ വേണ്ട ഇവളുണ്ടല്ലോ, ഇവളെ നിൽക്കുന്ന എല്ലാവരുടെയും മണ്ടയിലേ കുടീരം പണിയും. ഇവളേ കരട്ടെ ബ്ലാക്ക് ബെൽറ്റ്. അടുത്തു നിന്ന് ചുമ്മുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ സ്വന്തം ഷർട്ടിൻ്റെ കോളർ പൊക്കി കാട്ടിക്കൊണ്ട് ആടി ആടി നിന്നു. അതിന് തിരിച്ചൊരു പുച്ഛത്തോടെയുള്ള ചോദ്യമായിരുന്നു രാഗിയുടെ മറുപടി. നീ എന്തൊക്കെയാടി ഈ പറയണേ? പങ്കുവിന് അവൾ പറഞ്ഞത് കേട്ടതും ചങ്കിൽ ഇരുമ്പുകൂടം കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നിപ്പോയി. 10 മാസത്തെ ബന്ധവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ നാണമില്ലേ നിങ്ങൾക്ക്? എനിക്ക് നിങ്ങളെ വേണ്ടാഞ്ഞിട്ടാ ഇത്രയും നേരം നീ അറഞ്ഞം പുറഞ്ഞം ഫോൺ ചെയ്തിട്ടും ഞാനതെടുത്ത് നിന്നോട് സംസാരിക്കാതിരുന്നത്. നീ എനിക്കൊരു ശല്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ നാണമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു എന്നെ ഇറക്കിക്കൊണ്ടു പോകാൻ. രാഗി രോഷം കൊണ്ട് വിറച്ചു. രാഗി, അവനെ ആകമാനം പിടിച്ചുലയ്ക്കാൻ പോകുന്നതായിരുന്നു അവളുടെ വാക്കുകൾ. കേട്ടത് സത്യമോ മിഥ്യമോ എന്ന് വിശ്വസിക്കണോ എന്നറിയാതെ അവൻ ഒരു നിമിഷം നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി. കുടിച്ചതിൻ്റെ കെട്ടുപോലും അവനിൽ നിന്ന് വിട്ടകന്നു പോയിരുന്നു എന്ന് വേണം പറയുവാൻ. പക്ഷെ ചുമ്മു മാത്രം രാഗി പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് കൈകൾ രണ്ടും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടി വെറുതെ നിന്നു. നീ ഇപ്പം എന്താ പറഞ്ഞേ? ചെക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. എന്തേ, നീ കേട്ടില്ലേ? എനിക്ക് നിന്നെ വേണ്ടെന്ന്. ഞാൻ എൻ്റെ വീട്ടുകാർ പറയുന്ന ആളെ മാത്രമേ കിട്ടൂന്ന്. അല്ലെങ്കിൽ തന്നെ മേലേടത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ വെറും എംപ്ലോയിയായ നിന്നെ ഞാൻ എന്തിനു കെട്ടണം? ഇപ്പോൾ ഞാൻ കെട്ടാൻ പോകുന്നതേ നിന്നെ പോലെ ഒരു വെറും സ്റ്റാഫിനെയല്ല, സ്വന്തമായി കമ്പനികളൊക്കെയുള്ള ഒരു ബിസിനസ്സുകാരനെയാണ്. നീ കേട്ടിട്ടില്ലേ KV ഗ്രൂപ്പിനെ പറ്റി? അവളൊരു പുച്ഛച്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഓഹോ, അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ? അത്രയും നേരവും സംഭവങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിന്ന ചുമ്മു ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർക്കരികിലേക്കായി ചെന്ന് നിന്നു. അപ്പോഴേക്കും ചുറ്റും കൂടി നിന്നവർ പലരും പലതരത്തിൽ തമ്മിൽ അവരെപ്പറ്റി വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പങ്കുനെ നീ ഇന്ന് വേണ്ടെന്ന് വെച്ചാൽ നിന്നെ ഞങ്ങൾ ഇന്നലെയേ വേണ്ടെന്ന് വെച്ചതാടി. ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കയ്യിൽ ഇത്തിരി മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ചുമ്മു എന്തിനും പോന്ന രീതിയിൽ രാഗിയുടെ മുന്നിൽ ചെന്ന് നിന്ന് വെല്ലുവിളിച്ചു. എങ്കിൽ ഒന്ന് പോയി തരാവോ ഗുണ്ടാറാണി? ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ചുമ്മുവിൻ്റെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് ഇത്തിരി പരിഭ്രമം തോന്നിയിട്ടും അത് പുറത്തേക്ക് കാട്ടാതെ രാഗി അവളോട് തർക്കിച്ചു. പോകാൻ തന്നെ അടി വന്നത്. അതിനു മുന്നേ ആ 10 മാസത്തെ കടം തീർത്തിട്ട് പോകുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ അല്ലടാ പങ്കുവേ? രാഗിയോടായിട്ട് പറഞ്ഞിട്ട് പെണ്ണ് പങ്കുവിന് നേരെ നോക്കി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. പിന്നല്ല, വന്ന സ്ഥിതിക്ക് അതങ്ങ് കൊടുത്തിട്ട് പോവാം. കണ്ണിലൂറിയ നനവിനെ കൈവെള്ള കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് അവൻ രാഗിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. ശേഷം അവക്കിട്ട് കരണം പുകച്ചൊന്ന് കൊടുത്തു. അമ്മേ. നിന്ന നിപ്പ് 2 വട്ടം കറങ്ങി രാഗി ചുവരിലേക്ക് ചെന്ന് ഇടിച്ചുപോയി. അയ്യോ, എൻ്റെ മോളെ എന്നാ ചെയ്യുവാടാ നീ?
അപ്പോഴേക്കും രാഗിയുടെ തന്തയും അമ്മയും ഒന്ന് രണ്ട് ബന്ധുക്കളും കൂടി പങ്കുവിൻ്റെയും ചുമ്മുവിൻ്റെയും നേർക്കടുത്തു. തൊട്ടുപോകരുത് ഒരെണ്ണം പോലും. ഇവള് ചെയ്ത തെറ്റിനുള്ളതാ ഇപ്പോൾ കൊടുത്തത്. ഇത്രയിലും അവൻ കൊടുത്തില്ലെങ്കിൽ അവൻ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നേ എന്തർത്ഥമാ ഉള്ളേ? തങ്ങൾക്ക് നേരെ അടുക്കുന്നവർക്ക് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ചുമ്മു ദേഷ്യത്തോടെ അലറി. അവളുടെ നിൽപ്പും നോട്ടവും ഭാവവും ഒക്കെ കണ്ടതും വന്നവർ ഒന്ന് സംശയിച്ച് നിന്നിടത്ത് തന്നെ നിന്നുപോയി. അപ്പോ പോട്ടേടി തേപ്പ് വെട്ടി, ഒരു തരത്തിൽ പറഞ്ഞാൽ നിന്നെ ഇവൻ കെട്ടാഞ്ഞത് നന്നായെന്ന് ഇപ്പം എനിക്ക് തോന്നുക. വാടാ പോകാം. ഒടുവിലായി രാഗിയോടും അത്രയും പറഞ്ഞിട്ട് ചുമ്മു പങ്കുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നിന്നു. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നീ എന്താ പറഞ്ഞേ? മേലെടുത്ത് ഗ്രൂപ്പിലെ വെറും എംപ്ലോയി ആണെന്നോ ഇവൻ? പൊന്നു മോളെ തേപ്പ് വെട്ടി, ഇവൻ്റെ പേര് മാത്രമല്ലേ നിനക്കറിയൂ. ഇതിൻ്റെ കൂടെയുള്ള വാല് നിനക്കറിയില്ലല്ലോ അല്ലേ? വാതിൽക്കൽ വരെ പോയവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു, എന്തോ ഓർത്തെന്ന പോലെ. ചുമ്മു പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവിടെ നിന്നിരുന്നവരെല്ലാം നെറ്റി ചുളിച്ചു സംശയത്തോടെ. ഇവൻ മേലേടത്ത് മാൻവി കൃഷ്ണ, മേലേടത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ തലവനിൽ ഒരാളായ മേലേടത്ത് കൃഷ്ണദാസൻ്റെ രണ്ടാമത്തെ മകൻ. കേട്ടോടി കോപ്പേ. പങ്കുവിനെ തൻ്റെ അരിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഗർവോടെ അവൾ പറഞ്ഞു തീർന്നതും കേട്ടുനിന്നവരുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് ചാടൂ എന്ന രീതിയിലായിരുന്നു ഇരുന്നത്. മേലേടത്ത് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. രാഗി ജോലി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവളെപ്പോലും എല്ലാവരും ആദരവോടെയാണ് നോക്കുന്നത്. ഈ പിള്ളേർ അവിടുത്തെ ആയിരുന്നോ? ഈശ്വരാ. കേട്ടവർ അമ്പരന്ന് മൂക്കിൽ കൈവച്ച് നിന്നുപോയി. പിന്നെ നീ എന്തോന്നോ എന്നെ വിളിച്ചല്ലോ, എന്താടിയത്? ആ കിട്ടിപ്പോയി, ഗുണ്ടാറാണിന്ന്. ചുമ്മു അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. രാഗിയാകെ പെട്ട അവസ്ഥയിലായിരുന്നപ്പോൾ കയ്യിൽ തടഞ്ഞ മനു എന്ന മാണിക്യത്തെ നഷ്ടപ്പെടുത്തിയതിൽ അവൾക്ക് കഠിനമായ വേദന തോന്നി. ഇനിയിപ്പോൾ നിന്നോട് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ശരിക്കുള്ള പേര് വേണമെങ്കിൽ ഞാൻ നിന്നോട് പറയാം, പക്ഷേ നീ ഞെട്ടരുത്. ചുമ്മു അവളുടെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് രാഗിയുടെ മേൽചുണ്ടിന് മുകളിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ ചൂണ്ടുവിരൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. എൻ്റെ പേര് വേദനാരായണി, മേലേടത്ത് വേദനാരായണി, മേലിടത്ത് സാവിത്രിയുടെ ഒരേ ഒരു മോള്. അതും കൂടി കേട്ടതും രാഗി ബോധം കെട്ട് നിലത്ത് വീണു പോയിരുന്നു. അവളെ ഒരിക്കൽ കൂടി പുച്ഛിച്ചു നോക്കിയിട്ട് അവരിരുവരും ആ വീടിൻ്റെ പടികൾ ഇറങ്ങി. അപ്പോൾ പുതിയ സ്റ്റോറിയാണ്, എല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യണം.